ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കോട്ടക്കൽ നഗരസഭയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വാർഡ് 2, 14 എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2-ൽ നഷ്വ ഷാഹിദും 14-ൽ ഷഹാന ഷഫീറുമാണ് ലീഗ് സ്ഥാനാർത്ഥികൾ. മുസ്ലിം ലീഗ് നേതാക്കൾക്കൊപ്പം എത്തിയായിരുന്നു ഇരുവരും പത്രിക സമർപ്പിച്ചത്. പീസ് പബ്ലിക് സ്കൂൾ കോട്ടക്കൽ, നർച്ചറിംഗ് വേൾഡ് ക്ലാസ് ലീഡേഴ്സ്. കോട്ടക്കൽ നഗരസഭാ സാരഥികളെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനുണ്ടായ നാണക്കേട് തുടരുന്നതിനിടെയാണ് 2 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2, 14 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ചുണ്ട വാർഡിലെ ലീഗ് സ്ഥാനാർത്ഥി നഷ്വ ഷാഹിദാണ് ആദ്യം പത്രിക സമർപ്പിച്ചത്. ശേഷം 14-ാം വാർഡായ ഈസ്റ്റ് വില്ലൂരിലെ ഷഹാന ഷഫീറും പത്രിക സമർപ്പിച്ചു. ഇരുവരും പുതുമുഖങ്ങളാണ്. മുനിസിപ്പൽ എഞ്ചിനീയർ കൂടിയായ ഭരണാധികാരി ജീനയ്ക്ക് മുമ്പാകെയായിരുന്നു പത്രിക സമർപ്പണം. കെ നാസർ, സാജിദ് മങ്ങാട്ടിൽ, പി സേതുമാധവൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. നിലവിൽ മുസ്ലിം ലീഗിന്റെ കുത്തക വാർഡുകളാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് ലീഗിന് തിരിച്ചടിയാണ്. വാർഡ് 2-ലെ കൌൺസിലറായിരുന്ന ഷഹല ഷജാസിന് അയോഗ്യത നേരിട്ടതാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. വാർഡ് 14-ൽ നഗരസഭാ അധ്യക്ഷയായിരുന്ന ബുഷ ഷബീർ കൌൺസിലർ സ്ഥാനം രാജിവെച്ചതാണ് കാരണമായത്. വിഭാഗീയത രൂക്ഷമായി തുടരുന്ന മുസ്ലിം ലീഗിന് സീറ്റ് നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. മുനിസിപ്പൽ കമ്മിറ്റി പിരിച്ചുവിട്ട് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ അണ്ടത്താണിയുടെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മലബാർ ടൈംസ്, കോട്ടക്കൽ.